KPSC മലയാള നാടകവേദിയിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ കരുത്തനായ നടനായിരുന്നു KPSC സണ്ണി. കഴിഞ്ഞ ഏപ്രിൽ 17-ാം തീയതിക്ക് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 19 വർഷങ്ങൾ തികഞ്ഞു. അദ്ദേഹത്തിന്റെ അവസാന യാത്രകളിലെ ചില നിമിഷങ്ങൾ. നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ച KPSC സണ്ണി എന്ന നടൻ്റെ നിര്യാണം മലയാള സിനിമാ ലോകത്തിനൊരു കനത്ത നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. ഒരു നല്ല നടൻ എന്ന നിലയിൽ മലയാള ചലച്ചിത്ര പ്രേമികൾ ഇഷ്ടപ്പെടുന്ന ആളാണ് അദ്ദേഹം. വ്യക്തിപരമായി എനിക്ക് വളരെ അടുത്ത സൗഹൃദ ബന്ധം പുലർത്താൻ കഴിഞ്ഞ സിനിമാ നടന്മാരിൽ ഒരാളാണ് ശ്രീ സണ്ണി. അദ്ദേഹത്തിൻ്റെ നിര്യാണം വ്യക്തിപരമായും മലയാള ചലച്ചിത്ര ലോകത്തിനും ഒരു വലിയ നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഞാൻ സംവിധാനം ചെയ്ത നായാട്ട് എന്ന ചിത്രത്തിൽ പ്രധാന വില്ലനായിരുന്നു KPSC സണ്ണി. 1980-ലാണ് ആ ചിത്രം പുറത്തു വന്നത്. ജയനായിരുന്നു അതിൽ നായകൻ. ജയൻ അവസാനം അഭിനയിച്ച പടങ്ങളിലൊന്നാണ് നായാട്ട്. ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയാണ് ഞാൻ KPSC സണ്ണിയെ നായാട്ടിൽ അഭിനയിപ്പിച്ചത്. ആ നിർമ്മാതാക്കൾ അദ്ദേഹത്തെ പരിചയമില്ലായിരുന്നു. എൻ്റെ ഉറപ്പിന്മേലാണ് സണ്ണി അഭിനയിച്ചത്. സണ്ണി ഉജ്ജ്വലമായിട്ട് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ആ ചിത്രം വമ്പിച്ച വിജയമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ ഏറ്റവും അധികം ഓടിയ പടങ്ങളിലൊന്നാണ് നായാട്ട്. സണ്ണി നാടകരംഗത്ത് വളരെ വളരെ പ്രശസ്തനായ നടനായിരുന്നു. നാടകരംഗത്തുനിന്ന് സിനിമയിലേക്ക് വന്ന് വിജയിച്ച, നാടകത്തിൽ സിനിമയിൽ ഒരുപോലെ വിജയിച്ച അപൂർവ നടന്മാരിൽ ഒരാളാണ് KPSC സണ്ണി. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നഷ്ടം നമ്മുടെ നാടകലോകത്തിന്, സിനിമാ ലോകത്തിന് നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. സണ്ണിച്ചായനുമായിട്ട് ഒരു 45 വർഷത്തെ പരിചയം എനിക്കുണ്ട്. ഞങ്ങൾ ഒരുപാട് ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തും ഞാൻ കൂടെ ഫോൺ ചെയ്യാറുണ്ട്, കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ട്. എന്നോട് വളരെ സ്നേഹമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിനെ പറ്റിയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, വളരെ സ്വാഭാവികമുള്ള ഒരു അഭിനയമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയശൈലി. പിന്നെ മനസ്സിൽ തോന്നുന്നത് എന്തായാലും ആരുടെയും മുഖത്ത് നോക്കി അത് വിളിച്ചു പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു സണ്ണിച്ചായന്. അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് അദ്ദേഹം ആലോചിക്കാറിയില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ശത്രുക്കളുണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു നല്ല സുഹൃത്ത്, പണ്ട് നമ്മുടെ MG സോമൻ ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു. അവർ തമ്മിലും കൂടെ പണങ്ങും. എന്നോട് പറഞ്ഞു, ഇങ്ങനെ സണ്ണിച്ചായൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. 2 ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറും. കാരണം ഒന്നും പുള്ളിക്കാരൻ മനസ്സിൽ വയ്ക്കാറില്ല. മനസ്സിൽ എന്താണ് തോന്നുന്നത്, അത് ശരിയാണോ തെറ്റാണോ, അത് മറ്റുള്ളവരെങ്ങനെ പ്രതികരിക്കും, ഇതൊന്നും അദ്ദേഹം ശ്രദ്ധിക്കാറില്ലായിരുന്നു. ശ്രദ്ധിക്കാതെ തന്നെ അഭിപ്രായം പറയും. പിന്നെ അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് ഒരു പ്രശസ്തിയിലെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത്ര റേഞ്ചുള്ള ഒരു നടനായിരുന്നു. KPSCയിൽ അഭിനയിക്കുന്ന കാലത്തും കലാനിലയത്തിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അന്നും നാടകരംഗത്തായാലും സിനിമാ രംഗത്തായാലും സീരിയൽ രംഗത്തായാലും പ്രഗത്ഭനായ ഒരു നടനായിരുന്നു. അദ്ദേഹത്തിന് അർഹതയുള്ള സ്ഥാനം കിട്ടിയോ എന്നെനിക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോടൊപ്പം ഞാനും അനുശോചിക്കുന്നു. എൻ്റെ പേര് പട്ടം ബേബി എന്നാണ്. എൻ്റെ 57 വർഷത്തെ നാടക സിനിമാ ജീവിതത്തിനിടയിൽ ഞാൻ കണ്ടുമുട്ടിയ ഏക സഹോദരനാണ് അദ്ദേഹം. എനിക്ക് മറ്റ് സഹോദരങ്ങളില്ലെങ്കിലും എന്നെ സഹോദര നിർവിശേഷം സ്നേഹിച്ച, എനിക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും തന്ന ഒരു ഉത്തമ സ്നേഹിതൻ, ഉത്തമ സഹോദരൻ, കുടുംബസ്നേഹി എല്ലാമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെ അനേകം നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ അനേകം നാടകങ്ങളിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം തന്നിട്ടുള്ള ഉത്തേജനം എനിക്ക് അങ്ങേയറ്റം പ്രയോജനകരമായിട്ടുണ്ട്. അദ്ദേഹത്തിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. സണ്ണിച്ചായനുമായിട്ട് കുറേയധികം വർഷങ്ങളായിട്ട് പരിചയമുണ്ട്, അടുപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞങ്ങളൊന്നും കാണാറില്ലായിരുന്നു. സുഖമില്ല എന്നുള്ള വിവരം ഈ വളരെ അടുത്ത സമയത്ത് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് കാണാനും സാധിച്ചിരുന്നില്ല. അത് തന്നെ പോലെ ഞാനൊരു കഴിഞ്ഞ 2-3 വർഷമായിട്ട് മദ്രാസിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പല കാരണങ്ങളും കൊണ്ട് കാണാൻ സാധിക്കാറില്ലായിരുന്നു. ഒരുമിച്ച് കുറച്ച് സിനിമകളിലും കുറച്ച് സീരിയലുകളിലും സണ്ണിച്ചായനോട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ നല്ലൊരു ആക്ടറായിരുന്നു. മരിച്ചു കഴിഞ്ഞുകൊണ്ട് പറയുന്നതല്ല. മുൻപ് കാലങ്ങളിൽ ആദ്യകാലങ്ങളിൽ അഭിനയിച്ച സണ്ണിച്ചായൻ്റെ പടങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാം. ഇപ്പോൾ കണ്ടാലും യാതൊരു കുഴപ്പമില്ല ആക്ടിങ്ങിലും പെർഫോമൻസിലും ഒന്നും. അത് വളരെ തന്മയത്തമായിട്ട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ശക്തനായൊരു നടനായിരുന്നു.
വളരെ സ്വാഭാവികമായിട്ട് കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു എന്താണ് ഒരു ഒരു ഗിഫ്റ്റായിരുന്നു എന്ന് പറയാം. ദൈവം കൊടുത്ത ഗിഫ്റ്റായിരുന്നു. ആ കാലങ്ങളിലും 70കളിലെ സമയങ്ങളിലുമൊക്കെ വളരെ തന്മയത്തമായിട്ട് സ്വാഭാവികമായിട്ടൊരു കഥാപാത്രങ്ങൾ ചെയ്തു എന്നുള്ളത് വളരെ മലയാള സിനിമയിലെ പുരുഷത്വമുള്ള കഥാപാത്രങ്ങൾ ചെയ്ത നടന്മാരിൽ ഒരാളാണ് സണ്ണിച്ചായൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളുന്നു. ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ സണ്ണിച്ചായനായിട്ട് വളരെ നല്ല ബന്ധത്തിലായിരുന്നു. നല്ലൊരു സുഹൃത്ത്, നല്ലൊരു സഹപ്രവർത്തകൻ എന്നതിനേക്കാളുപരി പല കാര്യത്തിലും ഒരു ഗുരുസ്ഥാനം വരെ ഞാൻ അദ്ദേഹത്തിന് നൽകിയിരുന്നു. ആ ബന്ധം വളരെ കാലം നീണ്ടു നിൽക്കുകയും ചെയ്തു. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹവും ഞാനുമായിട്ട് അത്ര അടുപ്പത്തിലല്ലായിരുന്നു. പല പല കാരണങ്ങളും അതുണ്ട്. അതേക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ ഓർക്കുന്നില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം എന്നെ വേദനിപ്പിക്കുന്നു, മലയാള സിനിമയെ തന്നെ വേദനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും കുറേ കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ കുറച്ച് നല്ല കരുത്തുറ്റ കഥാപാത്രങ്ങളെ അദ്ദേഹം തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി സമ്മാനിക്കുമായിരുന്നു എന്നുള്ള പ്രതീക്ഷയാണ്. പരേതാത്മാവിന് എല്ലാ ആദരാഞ്ജലികളും ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. സണ്ണിച്ചേട്ടൻ്റെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ തൃശ്ശൂർ റീജിയണൽ ഹാളിൽ സണ്ണിച്ചായൻ്റെ ഒരു നാടകം ഉണ്ടായിരുന്നു. ഒരു പോലീസ്, എനിക്കിപ്പോഴും കറക്റ്റായിട്ട് ഓർമ്മയില്ല, ആ ഒരു പോലീസ് ഇൻസ്പെക്ടറായിട്ടുള്ളൊരു റോളാണ് അതിനകത്തുണ്ടായിരുന്നത്. അന്ന് തന്നെ എൻ്റെ പണ്ടൊക്കെ ഈ സത്യൻ സാറിൻ്റെ പടങ്ങളൊക്കെ കണ്ടിട്ട് അതേ ടൈപ്പ് ഓഫ് വളരെ കാഷ്വലായിട്ടുള്ളൊരു തരം അഭിനയം നാടകത്തിൽ കാഴ്ചവെക്കുകയായിരുന്നു പണ്ടത്തെ. നാടകം ഒരു തരം ഒരു അഭിനയ ശൈലിയാണല്ലോ. അതല്ലാതെ വളരെ നാച്ചുറലായിട്ടുള്ളൊരു അഭിനയ ശൈലി ഞാൻ ആദ്യം കണ്ടത്, എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഒരു പോലീസ് ഓഫീസറായിട്ട് ഒരു എസ്ഐൻ്റെ റോളാണ് ആ നാടകത്തിൽ. പിന്നെ ഞാൻ സിനിമാ നടനായതിനു ശേഷം ചേട്ടനെ കാണുന്നു, ഞങ്ങൾ തമ്മിൽ ഒരുപാട് അടുത്തു. ചേട്ടനൊരു സിനിമാ നടൻ മാത്രമല്ല, നല്ലൊരു പാട്ടുകാരൻ കൂടിയായിരുന്നു. ചേട്ടൻ്റെ ഒരുപാട് ഞങ്ങളെല്ലാം കൂടി ഒത്തുചേരുമ്പോൾ ഞങ്ങൾ എല്ലാം കൂടി ചേട്ടൻ കൂടി പാട്ട് പാടിക്കായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളൊരു പാട്ടുണ്ട്, സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗ്ഗകുമാരികളല്ലോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതെൻ്റെ ഇപ്പോഴും ചേട്ടൻ്റെ ഈ വാർത്ത അറിവോടുകൂടി എൻ്റെ ആദ്യം മനസ്സിലോടി വന്ന ആ പാട്ട് ചേട്ടൻ മനോഹരമായിട്ടൊരു പാട്ടായിരുന്നു. ഇനിയിപ്പോൾ ആ പാട്ടില്ല, ചേട്ടനില്ല, ആ ശബ്ദമില്ല, ആ എല്ലാം ഒന്നുമില്ല. എന്തായാലും മലയാള സിനിമയിൽ വളരെയധികം പ്രാധാന്യമറിക്കുന്ന ഒരു സ്ഥാനമായിരുന്നു സണ്ണിച്ചേട്ടന്. അദ്ദേഹം ഇന്ന് നമ്മുടെ ഒപ്പമില്ല. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ ദുഃഖം ഏറ്റെടുക്കാനുള്ള അവരുടെ കഴിവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മരണം അനിവാര്യമായ ഒരു കാര്യമാണ്, എല്ലാ മനുഷ്യർക്കും അത് ബാധകമാണ്. പക്ഷേ ഒരു മാസം മുമ്പ് സണ്ണിച്ചായൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പത്രത്തിലുണ്ടായിരുന്നു. ഈ തൻ്റെ സഹപ്രവർത്തകർ വേണ്ട പോലെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി. അപ്പോൾ സാധാരണഗതിക്ക് ഇത്തരം പരാതികൾ മൂടി വെച്ചാണ് അഭിമുഖങ്ങൾ സംസാരിക്കുക. പക്ഷേ സണ്ണിച്ചായൻ ഈ കള്ളം പറയാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടും ഈ മറ്റൊരു മുഖംമൂടി ഇല്ലാത്തത് കൊണ്ടുമുള്ള സത്യം പറഞ്ഞു. വളരെ ശരിയാണത്. ഏത് മനുഷ്യരായാലും ഈ ലൈം ലൈറ്റ് നിൽക്കുമ്പോൾ, നല്ല പ്രകാശത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് പേര് കൂടെ ഉണ്ടാവും. എപ്പോഴെങ്കിലും ആ ലൈം ലൈറ്റിൽ നിന്ന് പുറകോട്ട് മാറേണ്ടി വരുമ്പോൾ, ഇരുട്ടിലേക്ക് പോകേണ്ടി വരുമ്പോൾ പലരും ശ്രദ്ധിക്കാനുണ്ടാവില്ല. അത് സിനിമക്കാരുടെ കാര്യം മാത്രമല്ല, രാഷ്ട്രീയക്കാരായാലും സാഹിത്യകാരന്മാരായാലും സാംസ്കാരിക നായകന്മാരായാലും എല്ലാവരുടെ കാര്യത്തിലും സത്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സണ്ണിച്ചായനെ വേണ്ടതുപോലെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു കുറ്റബോധം എനിക്കുണ്ട്. എന്നാലും ഇനിയിപ്പം വളരെ ജീവിച്ചിടത്തോളം കാലം ആരുടെയും മുമ്പിൽ തലകുനിക്കാതെ ഉള്ള കുറവുകൾ ആരോടും പരിഭവം പറഞ്ഞ് ബോറടിപ്പിക്കാതെ ആണായിട്ട് തന്നെ ജീവിച്ച ആളാണ് സണ്ണിച്ചായൻ. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു മൂത്ത സഹോദരൻ ഞങ്ങളെ വിട്ടുപോകുന്നു. ഈ വിഷമം ഞങ്ങൾക്കെല്ലാം ഉണ്ട്. സിനിമയിൽ വരുന്നതിന് മുൻപ് സണ്ണിച്ചനൊരു ജ്യേഷ്ഠനെ പോലാണ് എന്നോട് പെരുമാറിയിരുന്നത്. ഞാൻ സണ്ണിച്ചൻ്റെ കൂടെ അഭിനയിച്ചു. സണ്ണിച്ചനും സോമേട്ടനും ഞാനും ഒക്കെ പങ്കിട്ട ഒരുപാട് സായാഹ്നങ്ങളും സൗഹൃദ സന്ദർശനങ്ങളും. ഏത് പാതിരാത്രിക്കായാലും വീട്ടിൽ വന്ന് മേടിച്ച് കൊണ്ട് എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി തരിക. അങ്ങനെ സ്നേഹസമ്പന്നനായിരുന്നു സണ്ണിച്ചൻ. എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന, ഒന്നും ഒളിക്കാനില്ലാത്ത പച്ചയായ ഒരു മനുഷ്യൻ. ഒരു കലാകാരൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു.
എൻ്റെ 3 ചിത്രങ്ങളിൽ സണ്ണിച്ചൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായതും ചെറുതുമായ റോളാണ് എൻ്റെ ആദ്യത്തെ ചിത്രം സുഗമദേവിയിൽ സണ്ണിച്ചൻ ചെയ്തത്. ഇപ്പോഴും പലരും ആ ചിത്രത്തെപ്പറ്റി പരാമർശിക്കുമ്പോൾ ആ രംഗത്തെപ്പറ്റി എടുത്തു പറയാറുണ്ട്. അനിയൻ മരിച്ചിട്ട് മദ്രാസിൽ നിന്ന് എനിക്ക് അവനെ കാണണ്ട, അവൻ്റെ ബോഡി കാണണ്ട എന്ന് പറയുന്ന രംഗം സുഗമദേവിയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ രംഗമാണ്. ഇന്ന് സണ്ണിച്ചൻ്റെ ജീവൻ പോയ ശരീരം കണ്ടപ്പോൾ ഒരുപാട് സ്നേഹം സണ്ണിച്ചൻ എനിക്ക് തന്നിരുന്നുവെന്ന് വീണ്ടും ഞാൻ ഓർക്കുകയാണ്. സണ്ണിച്ചൻ്റെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 10-25 വർഷമായിട്ട് സണ്ണി ചേട്ടനുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ അന്തരിച്ച പത്മരാജൻ സാറിനോടൊപ്പം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ അപരൻ, അതായത് ജയറാമിൻ്റെ ആദ്യ ചിത്രമായ അപരനിലൊക്കെ നല്ല ഒരു വേഷമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അസിസ്റ്റൻ്റായിട്ടും പ്രവർത്തിച്ചിരുന്ന ആ കാലഘട്ടത്തിലും നല്ലൊരു ബന്ധം അദ്ദേഹമായിട്ട് പുലർത്തിയിട്ടുണ്ട്. ഇത് ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് വിചാരിച്ചില്ല. അസുഖമെല്ലാമായിട്ട് ആണെങ്കിൽ കൂടിയും ഇത്ര പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചില്ല. ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു, 72ാം ജന്മദിനമായിരുന്നു. പിന്നെ ഞങ്ങളുടെ അമ്മ എന്ന സംഘടനയിലൂടെ അതുമായിട്ടും ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. എന്തായാലും കലാലോകത്തിന് അദ്ദേഹത്തിൻ്റെ നഷ്ടം ഒരു തീരാ നഷ്ടം തന്നെയാണ്. ശ്രീ സണ്ണിയുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധമെന്ന് പറയുന്നത് ഒട്ടും സിനിമാപരമല്ലെന്നുള്ള. കാരണം സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ തലമുറ, അല്ലെങ്കിൽ ഞാൻ കണ്ട ആദ്യ സിനിമാ നടന്മാരൊരാൾ അദ്ദേഹമാണ്. കാരണം അദ്ദേഹം പഠിച്ചിരുന്ന ഫാത്തിമ കോളേജിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിനെ വരുമ്പോൾ ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസ് അവിടെ വരാറുണ്ട്. അങ്ങനെയാണ് ആദ്യമായിട്ട് അദ്ദേഹത്തെ ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഞാനൊരു നാടക ട്രൂപ്പായിട്ട് കുറച്ച് കാലം, ഏകദേശം ഒരു വർഷം കറങ്ങി നടന്നൊരു സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് റിഹേഴ്സൽ ക്യാമ്പിൽ വരികയും അങ്ങനെയുള്ളൊരു പരിചയം അദ്ദേഹമായിട്ടുണ്ടായിരുന്നു. പിന്നീട് സോമനും നമ്മുടെ പ്രതാപചന്ദ്രനും ഇദ്ദേഹം ഒരുമിച്ചൊരു മലേഷ്യൻ സിംഗപ്പൂർ പര്യടനം, അതും എൻ്റെ ഓർമ്മകളിൽപ്പെട്ടതാണ്. എൻ്റെ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചത് ഏപ്രിൽ 18 കണ്ടതും കേട്ടതും ആ 2 ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മാനസികമായൊരു പ്രശ്നം, അർഹമായ അവസരങ്ങൾ തനിക്ക് ലഭിക്കുന്നില്ല എന്നൊരു ദുഃഖം. ആ ദുഃഖം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ പ്രോബ്ലം തന്നെയായിരുന്നു. എങ്കിലും ഈ തലങ്ങളുടെ സൗഹൃദം, രവിമേനൻ ഫോർ എക്സാമ്പിൾ, എവിടെ വെച്ച് രവിമേനനെ കണ്ടാലും കൂടെ സണ്ണിയാണ്. അങ്ങനെ ഉള്ള സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നതിലും അതിൽ കുറച്ച് അവകാശവും കുറച്ച് അധികാരമൊക്കെ പ്രയോഗിക്കുന്നതിലൊക്കെ പ്രത്യേകമായിട്ടുള്ള ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരു സദ്വ്യക്തിയായിരുന്നു അദ്ദേഹം. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഞാൻ നിത്യശാന്തി നേർന്നു. ന്യൂസ് ഡെസ്ക് മംഗളം TV.